ഓവർ കോൺഫിഡൻസ് കൊണ്ടേ കുളമായ ഒരു DIY ക്രാഫ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോ. എന്നാൽ അതിനുവേണ്ടി കോംപ്ലിക്കേറ്റഡോ ന്യൂലി ക്രിയേറ്റഡ് ഐഡിയോ ഒന്നുമല്ല. പിക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ജസ്റ്റ് ഒരു പെൻ ഹോൾഡർ ആണ്. ബേസിനായിട്ട് ഒരു കാർഡ്ബോർഡ് ഇതുപോലെ എടുത്ത് 3 ഡിഫറെന്റ് സൈസിൽ കണക്റ്റഡ് ആയിട്ടുള്ള സർക്കിൾ വരയ്ക്കണം. ഇനി ഇതുപോലെ 3 പീസസ് കട്ട് ചെയ്തെടുക്കണം. സർക്കിൾ തന്നെ വേണമെന്നില്ല, ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇനി കട്ടിയുള്ള ഒരു പേപ്പർ എടുക്കുക. സർക്കിളിന്റെ സൈസ് അനുസരിച്ച് പേപ്പർ 3 ഡിഫറെന്റ് ഹൈറ്റിൽ കട്ട് ചെയ്യാം. എന്നിട്ട് കാർഡ്ബോർഡിന് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചൊന്ന് കൊടുക്കണം. മിഡിൽ വരുന്നത് ഹൈറ്റ് കൂടുതലുള്ള ഫുൾ സർക്കിളും സൈഡിൽ വരുന്നത് ഹൈറ്റ് കുറഞ്ഞ സെമി സർക്കിളായിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഒന്നുമില്ല, കുറച്ച് സ്റ്റിക്സ് എടുക്കുക. ഈ സർക്കിളിന് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. മിഡിൽ സർക്കിളിൽ ഹൈറ്റ് കൂട്ടിയിട്ടും ബാക്കി രണ്ടിൽ സ്റ്റിക്ക് ഒന്ന് ട്രിം ചെയ്തും വേണം ഒട്ടിക്കാൻ. ഒട്ടിച്ചു വന്നപ്പോൾ ഒരു ഭംഗിക്കുറവ് തോന്നി. കുറച്ച് പെയിന്റ് അടിച്ച് സുന്ദരിയാക്കിയാലോ എന്നൊരു തോന്നല്. ഇവിടം തൊട്ടാണ് ക്രാഫ്റ്റ് പാളി പോകാൻ തുടങ്ങിയത്. പേസ്റ്റൽ ഷെയ്ഡാണ് മനസ്സിൽ കണ്ടതെങ്കിലും അടിച്ചു വന്നപ്പോൾ ബ്ലൂ കളർ എന്നെ ചതിച്ചു. അത് മാത്രമല്ല, ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് സ്റ്റിക്ക് നല്ലപോലെ ഒട്ടുന്നതിന് മുന്നേ പെയിന്റ് അടിച്ചുകൊണ്ടാണ് സ്റ്റിക്കെല്ലാം തെക്കും വടക്കുമായിട്ട് മിസ്പ്ലേസ്ഡ് ആയിപ്പോയി. ആ വൃത്തികേട് മാറാനായിട്ട് ഒരു ജൂട്ട് വൈൻ വെച്ച് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. ഒന്നുകൂടി ബോറായിട്ടുണ്ട്. ക്രാഫ്റ്റ് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായില്ല. ഈ 3 പീസും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇതാണ് നമ്മുടെ പെൻ ഹോൾഡർ. എന്നിട്ട് ഒരു തൃപ്തി അകഞ്ഞിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്ത് തലങ്ങും വിലങ്ങും ഒട്ടിച്ചു കൊടുത്തു. അപ്പോഴേ പെൻ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. ഏത് ബിഗിനേഴ്സിനും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റ് ആണ്. കുറച്ച് ക്ഷമയും കോൺസെൻട്രേഷനും മാത്രം മതി. അപ്പൊ ചോദിക്കും, ഫ്ലോപ്പ് ആയിട്ടും പോസ്റ്റ് ചെയ്ത് എന്തിനാണെന്ന്. പറയാം, സക്സസ് മാത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. മിസ്റ്റേക്ക് അല്ലേ നമ്മൾ പെർഫെക്റ്റ് ആക്കുന്നത്. അപ്പൊ ശരി, ഇനി അടുത്ത വീഡിയോ കാണാം.